ലൈഫ് കോച്ച് ആകാം അല്ലെങ്കിൽ ഒരു പാരന്റിംഗ് കോച്ച് ആകാം എന്ന് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് പോലെ പറഞ്ഞിരുന്നു. എന്നാലും ഒരുപാട് സംശയങ്ങൾ കൊണ്ട് ഇപ്പോഴും DM ചെയ്യുന്നവര്, നമ്മുടെ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു എക്സ്റ്റൻഷൻ അല്ല. നമ്മൾ MSc അല്ലെങ്കിൽ MA, BSc, BA അങ്ങനെ സൈക്കോളജി ഡിഗ്രി എടുക്കുന്ന പോലെയുള്ള ഒരു കാര്യമല്ല ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ തരുന്നത് ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ എന്ന ഒരു ഓതറൈസ്ഡ് ഏജൻസിയാണ്. അപ്പോൾ നമ്മൾ ഒരു കോളേജിൽ പോയി പഠിക്കുമ്പം യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് കോളേജ് വഴി പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അല്ലേ നമുക്ക് തരുന്നത്. അതേപോലെയാണ് ICFന്റെ ഡിഗ്രി നമുക്ക് എടുക്കുന്നത്. ഓക്കെ, ICF എന്ന് പറയുന്ന ഓതറൈസ്ഡ് ബോഡിയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. അതാണ് സാരം. അപ്പം ഇനി ലൈഫ് കോച്ചിങ് ഇങ്ങനെ പഠിക്കാം. ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന സമയത്ത് ഡൽഹിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പല സ്ഥലത്തും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം. പക്ഷെ ഒരേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ICF ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇനി അതിന്റെ കോണ്ടന്റ് എന്താണ്? അതിന്റെ കോണ്ടന്റിനകത്ത് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ദ സൈക്കോളജി, ഹ്യൂമൻ സൈക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഒരുപാട് മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്. നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, കോച്ചിങ്, ലിസണിങ് സ്കിൽസ്, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പം ACSTH എന്നാ പറയാം, അപ്രൂവ്ഡ് കോച്ച് സ്പെസിഫിക് ട്രെയിനിങ് അവേഴ്സ്. അത് ആ ട്രെയിനിങ് നമ്മൾ എടുക്കുന്ന, ലൈഫ് കോച്ച് ആവുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ട്രെയിനിങ്ങിനെ നമ്മൾ ഈ ലെവൽ ഇങ്ങനെ ഒരു പേരിലാണ് വിളിക്കുന്നത്. അതായത് ട്രെയിനിങ് അവേഴ്സ് എന്ന് പറയാം. നൗ വി ഹാവ് 3 ലെവൽസ്. അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ACC, PCC and MCC. അതായത് അസോസിയേറ്റ് സർട്ടിഫൈഡ് കോച്ച്, പ്രൊഫഷണൽ സർട്ടിഫൈഡ് കോച്ച്. ഓക്കെ, അങ്ങനെ പറയാം. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ ലെവലാണ് MCC എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ കോച്ച് സ്പെസിഫിക് ട്രെയിനിങ് അവേഴ്സ് കഴിഞ്ഞാൽ, അതായത് അപ്രൂവ്ഡ് കോച്ച് സ്പെസിഫിക് ACSTH, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 60 hours ഓഫ് ട്രെയിനിങ്, 125 hours ഓഫ് ട്രെയിനിങ്, അങ്ങനെ ലെവൽസ് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ICF സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പഠിക്കാനാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ ഏത് ഏജൻസിയിലാണ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോകുന്നതെങ്കിലും ആദ്യം ഉറപ്പാക്കേണ്ട കാര്യം ICFന്റെ ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷന്റെ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. 2, അവരുടെ കുട്ടികൾ തന്നെയാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതിനകത്ത് ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തെറപ്പീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ACT ആയിക്കോട്ടെ, DBT, CBT, ഇതൊന്നും അതിൽ പഠിപ്പിക്കുന്നില്ല. വിച്ച് ഐ മീൻ ടു സേ, ICF അല്ലെങ്കിൽ ലൈഫ് കോച്ച് എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു എക്സ്റ്റൻഷൻ അല്ല. ഇനി സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ റെഗുലർ ആയി കോളേജ് ഗോയിങ് ആയി പഠിക്കുന്ന ഒരു കോഴ്സാണത്. അതൊക്കെ പഠിക്കേണ്ട ഒരു കോഴ്സാണ്. ഇപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ IGNOU കഴിഞ്ഞ ഇപ്പൊ 2025 ജൂൺ വരെ അത് പറഞ്ഞിട്ടുണ്ട്. 2025 സെക്കൻഡ് ഹാഫില് MA സൈക്കോളജി IGNOUൻ്റെത്, MAPC എന്നാണ് കോഴ്സിന്റെ ഒരു ഇത്, അത് വിളിച്ചിട്ടില്ല. ബിക്കോസ് ODL, അതായത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ മോഡിൽ പഠിക്കുന്ന സൈക്കോളജി കോഴ്സസിന് അധികം വാലിഡിറ്റി ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RCI എന്ന് പറയുന്ന ഒരു ബോഡിയാണ് ഇന്ത്യയിൽ സൈക്കോളജിസ്റ്റുമാരെ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള കോഴ്സസിനെ റെഗുലറൈസ് ചെയ്യുന്ന ബോഡി. ഓക്കെ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇത് രണ്ട് തന്നെ, ICFന്റെ കോച്ചിങ് ആണെങ്കിലും സൈക്കോളജി ഡിഗ്രി ആണെങ്കിലും രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും ഒന്നിച്ചല്ല. ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ലൈഫ് കോച്ച് ആണെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണോ? അല്ല, ലൈഫ് കോച്ച് ഡിഫറെന്റ് ആണ്, പക്ഷെ സൈക്കോളജിസ്റ്റും ഡിഫറെന്റ് ആണ്. സൈക്കോളജി ഡിഗ്രി ഉള്ളവർക്ക് ICFന്റെ സർട്ടിഫിക്കേഷൻ എടുക്കാം. ഓക്കെ, ഇനി ICF ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ ICFന്റെ കോച്ച് ആയ ഒരാൾക്ക് സൈക്കോളജി വേണമെങ്കിൽ പഠിക്കുകയും ചെയ്യാം. അല്ലാതെ ഒന്നായതുകൊണ്ട് മറ്റേതുമല്ലേ എന്ന ചോദ്യം ആക്ച്വലി ഇറ്റ്സ് നോട്ട് റിയലി വാലിഡ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് ഇത്. രണ്ടാമത്തത് നമുക്ക് ACC, ഞാൻ പറഞ്ഞ പോലെ അസോസിയേറ്റ് സർട്ടിഫൈഡ് കോച്ച്. അത് കഴിഞ്ഞാൽ അസോസിയേറ്റ് സർട്ടിഫൈഡ് കോച്ചിങ് ക്രെഡൻഷ്യൽസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 100 മണിക്കൂറുകൾ നമ്മൾ ജോലി ചെയ്യണം, കോച്ചായി നമ്മൾ ജോലി ചെയ്യണം. അതിൽ 75 മണിക്കൂറെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കണം. അതിന്റെ കോച്ച് ചെയ്തിരിക്കുന്ന റെക്കോർഡ്, കോച്ചിങ് ലോഗ് എന്നാ പറയാ, ആ കോൾ ലോഗ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് വെരിഫൈ ചെയ്യും ഒരാള്. ഓക്കെ, നമുക്ക് മെന്ററിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതി നമുക്ക് കിട്ടുന്നതാണ് ക്രെഡൻഷ്യലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ വെറുതെ ICFനകത്ത് ചുമ്മാ തിയറി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് നമ്മൾ എവിടെ പോയാണ് പഠിക്കുന്നത് അതനുസരിച്ച് ട്രെയിനിങ് പ്രോഗ്രാം വ്യത്യാസമായിരിക്കും. ഞാൻ പഠിച്ച സ്ഥലത്ത് ഗ്രൂപ്പ് കോച്ചിങ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് കോച്ചിങ് എന്ന് വെച്ചാൽ ഒബ്സർവ് കോച്ചിങ് സെഷൻസ്.
നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള പല ആളുകളെ നമ്മൾ ഒരാളൊരു ക്ലയന്റ്, ഒരാൾ കോച്ചി എന്നാണ് പറയാം. കോച്ചി ആൻഡ് കോച്ച് ആയിരിക്കുക. ക്ലയന്റിനെയാണ് നമ്മൾ കോച്ചി എന്ന് പറയാം. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കും എന്റെ ക്ലയന്റ് ആവുക, കോച്ചി ആവുക, ഞാനാവും കോച്ച്. അത് എന്റെ ക്ലാസ് മുഴുവനും സീനിയർ ബാച്ചിലുള്ള കുട്ടികൾ, ഞങ്ങളുടെ മെന്റർ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ആള്, ഇവരെല്ലാവരും കേട്ടിട്ട് നമുക്കൊരു വാല്യുവേഷൻ തരും. അങ്ങനെ അതിൽ പ്രോപ്പറായി ഓക്കെ കോച്ചിങ് സ്പെസിഫിക് ആയിട്ടാണ് ചെയ്യുന്നത്, കോച്ചിങ് തന്നെയാണ് ചെയ്യുന്നത്, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ആണ്, അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയ ഒരു റിപ്പോർട്ട് തരും. അങ്ങനെയാണ് നമ്മളെ ഒരു ACC അല്ലെങ്കിൽ PCC ലെവലിലേക്ക് നമ്മൾ വരിക. അതിന്റെ അപ്പുറത്തേക്ക് പഠിക്കുമ്പോൾ നമ്മൾ MA അല്ലെങ്കിൽ BA MA കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോ MPhilനോ PhD ഒക്കെ പോകില്ലേ, അതേപോലെ നമുക്ക് ഇവിടെ ലൈഫ് കോച്ചിങ്ങിനകത്തും NCC ലെവൽ വരെ പോകാം. പക്ഷെ എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ലൈഫ് കോച്ചിങ് പഠിപ്പിക്കാത്തത്. ലൈഫ് കോച്ചിങ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി ICFന്റെ ലൈഫ് കോച്ചിങ് പഠിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ള പോയിന്റ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് മാം കോച്ച് അല്ലേ, മാം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ. നോക്കൂ, ICF അക്രഡിറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് എന്തെങ്കിലും നിങ്ങൾക്ക് തരണമെങ്കിൽ, ആ കോച്ചിങ് സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തരണമെങ്കിൽ ഞാൻ NCC ലെവൽ കംപ്ലീറ്റ് ചെയ്ത ഒരു കോച്ചായിരിക്കണം, എനിക്ക് ക്രെഡൻഷ്യൽസ് ഉണ്ടാവണം. ഓക്കെ, പിന്നെ ICFന്റെ കൊഹോട്ട്സ് ആണ് നമ്മൾ പറയാ. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ സൗത്ത് കേരള, നോർത്ത് കേരള സോൺസ് ആയി തിരിച്ച് നമുക്ക് കോച്ചസിന്റെ ഒരു കൊഹോട്ട്സ് ഓരോരോ സെന്റേഴ്സ് പോലെ ഉണ്ടാവണം. ഇങ്ങനെ കുറെ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് കോച്ചിങ് ചെയ്യുന്ന ആഡ്സ്, ഇപ്പൊ എനിക്ക് DM-ലൊക്കെ ഒരുപാട് ആളുകൾ ഇത് അയച്ചിട്ടുണ്ട്, ഇത് റെഡി, ഇത് കറക്റ്റ് ആണോ, ഇത് ജെനുവൻ ആണോ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നിങ്ങളുടെ പറയുന്നത്. അതൊന്നും ICF അക്രഡിറ്റഡ് അല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിക്കുകയാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് ICF അക്രഡിറ്റഡ് ആണോ. രണ്ടാമത്തത്, ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവരെ ഇപ്പൊ ഗവൺമെന്റിന്റെ വഴി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ പഠിപ്പിക്കുന്ന അതേപോലെ കോച്ചിങ് പഠിപ്പിക്കുന്നില്ല. ഞാനത് നിങ്ങളോട് പറയുന്നത്, ഞാൻ തന്നെ ഈ ആഡ് കണ്ടതിന് ശേഷം ഒരു 20,000 അല്ലെങ്കിൽ 30,000 റുപ്പീസിന്റെ 3 മാസത്തെ 6 മാസത്തെ ചില, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ചില ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. നമ്മൾ ICF അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം പോലും അതിൽ കവേർഡ് അല്ല. അതിൽ നിങ്ങളെ ഇപ്പൊ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം NLP എന്ന് പറയും, അത് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു. അത് ഒരു പാർട്ട് ഓഫ് കോച്ചിങ് മോഡൽ മാത്രമാണ്, അല്ലാതെ NLP അല്ല ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CBT മാത്രമാണ്. നോ, തെറപ്പി മൊഡ്യൂൾസ് ഒന്നും വേണ്ടത് അങ്ങനെയല്ല. അത് നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ആണ്. നമുക്കൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ബൈലോസ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ. അതായത് ഈ ICFന്റെ കോച്ചിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1 year അല്ലെങ്കിൽ 1.5 years. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോഡ് ഓഫ് യുവർ സെലക്ഷൻ ഓഫ് പ്രോഗ്രാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പറഞ്ഞില്ലേ ഒബ്സർവ്ഡ് കോച്ചിങ് സെഷൻസ് ഉണ്ടാകും, മറ്റേ പിയർ കോച്ചിങ് സെഷൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ആസ് യു പ്രോഗ്രസ് എത്രത്തോളം നമ്മൾ സാധാരണ കോളേജിലേക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ, ഇന്റേൺഷിപ്പ് ചെയ്താലല്ലേ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ഇതെല്ലാം കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുക. ഇത് ഞാൻ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. എനിക്ക് ICF അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സെന്ററിൽ ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് അത് മാത്രമേ അറിയില്ല. അല്ലാണ്ട് ഞാൻ ഈ 2 months 3 months അല്ലെങ്കിൽ 20K 30K പോയ പ്രോഗ്രാംസിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അവിടെ ഇത് റെക്കോർഡ് കോഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരാൾ ലൈവായിട്ട് വന്ന് സൈക്കോളജിയുടെ കുറച്ച് ആസ്പെക്ട്സ് പഠിപ്പിക്കുന്നു, ലിസണിങ് പഠിപ്പിച്ചു തരുന്നു, ഓക്കെ, മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചു തരാം. ദാറ്റ് ഇസ് നോട്ട് കോച്ചിങ്. സോ പ്ലീസ് അങ്ങനത്തെ മണ്ടത്തരങ്ങളിൽ പോയി വീണ് നിങ്ങളുടെ പൈസ കളയരുത്. രണ്ടാമത്തെ കാര്യം, ICF എന്ന ഓർഗനൈസേഷൻ മാത്രമാണ് നമുക്ക് ഗ്ലോബലി ഒരു ലൈഫ് കോച്ചായി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ റൈറ്റ് ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്ന് തരുന്നത്. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ RCI ആണ് അതിനുള്ള ഒരു അതോറിറ്റി സൈക്കോളജിസ്റ്റ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഡിഗ്രി ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതല്ലാതെ നമ്മൾ വെറുതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ അങ്ങനെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് വാലിഡ് അല്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് പല ആളുകൾ അവരുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലോ ഒക്കെ ലൈഫ് കോച്ചിങ് ഡിഗ്രി കൊടുക്കുന്ന പ്രോഗ്രാംസിന് ആഡ് എനിക്കും ഫീൽഡിൽ വരാറുണ്ട്. അത് ഈ പറഞ്ഞ ഒരു 1 lakh ഒക്കെ മുതൽ തുടങ്ങി 10 lakh 20 lakhs ഒക്കെ പോലെ പോകുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അത് വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് അക്രഡിറ്റഡ് അല്ലാത്തിടത്തോളം ഒന്ന്, അല്ലെങ്കിൽ ICF പോലെ ഒരു ബോഡി, ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ പോലെ ഒരു ബോഡി ഓതറൈസ് ചെയ്യാത്തിടത്തോളം അതിന്റെ വാലിഡിറ്റി ക്വസ്റ്റ്യനബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ
അതിന്റെ ഉത്തരം ആസ് ഓഫ് ഐ നോ നോ എന്ന് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സൈക്കോളജിയിൽ തന്നെ ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്. സൈക്കോളജി റിലേറ്റഡ് എങ്ങനെയാണ് RCA ലൈസൻസ്ഡ് ആവുന്നത്, MPhil എന്താണ്, അങ്ങനെ കുറെ ഡൗട്ട്സ് വരാറുണ്ട്. അപ്പൊ ഞാനിത് ആ പാട്ട് ഡീറ്റെയിൽ ആയി പറയാൻ വേണ്ടി ഞാൻ RCA ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ കൊണ്ടുവരാം. ഈ പാട്ട് എനിക്ക് ലൈഫ് കോച്ചിങ് ഡിഫറെന്റ് ആണ്, സൈക്കോളജി എത്രത്തോളം ഡിഫറെന്റ് ആണെന്ന് പറയാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്. ഇനി അടുത്തത് ലൈഫ് കോച്ചിങ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ACC അസോസിയേറ്റ് സർട്ടിഫൈഡ് കോച്ച് അല്ലെങ്കിൽ PCC പ്രൊഫഷണൽ സർട്ടിഫൈഡ് കോച്ച്, ഇത് രണ്ടും നമ്മൾ ജനറലി പഠിക്കുന്ന പോലെ ഒരു ഡിഗ്രിയാണ്. നമ്മൾ MBBS ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഡിഗ്രി മാത്രമാണ്. അതിൽ നമ്മൾക്ക് പഠിക്കാനും വർക്ക് ചെയ്യാനും കൂടുതൽ അറിയാനും പ്രാക്ടീസ് ചെയ്യാനും താല്പര്യമുള്ള മേഖലയിൽ നമ്മൾ സ്പെഷ്യലൈസിങ് ചെയ്യില്ലേ, അതേപോലെ നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് നീഷ് എന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫ് കോച്ചിങ്ങിൽ ഞാൻ എടുത്തിരിക്കുന്ന നീഷ് ഫാമിലി ലൈഫ് ആൻഡ് പേരന്റിംഗ് ആണ്. അപ്പോ ഫാമിലി ലൈഫിന്റെ അതർ ആസ്പെക്ട്, റിലേഷൻഷിപ്പ്, സെക്ഷൽ ഹെൽത്ത്, ഇന്റിമസി, കപ്പിളിന്റെ തമ്മിലുള്ള ബോണ്ടിങ്, റിലേഷൻഷിപ്പിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ്, അങ്ങനെ റിലേഷൻഷിപ്പ് കോച്ചിങ് ഡിഫറെന്റ് ആയി പഠിക്കുന്നതാണ്. ഓക്കെ, അത് ഈ പറയുന്ന പോലെ ഒന്നല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്ന്, ഇപ്പൊ ടാറ്റയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അങ്ങനത്തെ കോഴ്സസ് ഉണ്ട്, കപ്പിൾ തെറാപ്പി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അംഗീകൃതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ എടുക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ആ ഒരു 5 ദിവസം കൊണ്ട് പഠിച്ചു, 5 ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നു, അത് ഓക്കെ ആണോ? അല്ലെങ്കിൽ മാം ഒരു 3 ക്ലാസ്സസ് ആണെന്ന് പറയുന്നത്, 10 ക്ലാസ്സസ് ഓൺലൈൻ ആണെന്ന് പറയുന്നത് വാലിഡ് ആണെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും തിരിച്ചു ചോദിക്കാനുള്ളത്, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത് ആരാണ്? ഇപ്പോ എന്റെ സ്ഥാപനത്തിന്റെ പേര് ബെറ്റർ ബോൺസ് ആണ്. ആ ബെറ്റർ ബോൺസിന്റെ ലൈസൻസ് എന്താണ്? ഇവിടെ എന്താണ് ഇതിന്റെ അക്രഡിറ്റേഷൻ? എങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ഇത് എന്നാണ് ഞാൻ എപ്പോഴും തിരിച്ചു ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ചെക്ക് ചെയ്യാതെ ഒരുപാട് പൈസ കൊണ്ടുപോയി കളഞ്ഞു അല്ലെങ്കിൽ ഇത്രയും സമയം ഞങ്ങൾ പഠിച്ചു എന്ന് പറയുന്നത് ഐ എം സോ സോറി, അത് ഒട്ടും എത്തിക്കൽ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം പേരന്റിങ് വരുമ്പോൾ പേരന്റിങ് കോച്ചിങ് തന്നെ ISO സർട്ടിഫൈഡ് ആയി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീറ്റെയിൽ ആയി പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ പേരന്റിങ് തന്നെ നമ്മള് ലൈഫ് ടൈം സൈക്കോളജിയുടെ ഒരു പേപ്പറാണ്, അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയി പറയുന്ന ഇൻഫൻസി മുതൽ നമ്മുടെ ലേറ്റ് അഡൾട്ട്ഹുഡ് വരെ ഒരു 0, അതായത് കൺസെപ്ഷൻ മുതൽ നമ്മൾ മരിക്കുന്ന ഒരു സ്പേസ് വരെ ഉള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ്. അത് പല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാം പഠിച്ചിട്ടുള്ളത് എനിക്കറിയാവുന്ന അതോറിറ്റി, ഓക്കെ ഫൈൻ, ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അംഗീകൃതം ISO സർട്ടിഫൈഡ് അല്ലെങ്കിൽ ഈ ബോഡിയുടെ ഏറ്റവും വലുത് ICF ആണ്, അങ്ങനെ ഒരു ഒതന്റിക്കേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ എല്ലാം പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളത് കേൾക്കുമ്പോൾ ഞാൻ പഠിച്ച സ്ഥലത്ത് പോയി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പൊ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരുപാട് പേര് DM അയച്ചു. ഞാൻ പഠിച്ച സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് തിരിച്ചു പറയൂ, ഇത്രയും പൈസ ഒന്നും ഞങ്ങൾ വിചാരിച്ചില്ല എന്നാണ്. ലൈഫ് കോച്ചിങ് പഠിക്കാൻ എനിക്ക് ഏകദേശം ഒരു 1.5-1.25 ലക്ഷത്തോളം രൂപ അന്ന് ഒരു 8 years 9 years ആയി ചെയ്തിട്ട് അന്നേരം ആയിട്ടുണ്ട്. ഇപ്പം എന്തായാലും കുറയാൻ പോകുന്നില്ല. ബേസ് ചെയ്യണം, എനിക്ക് അതേ പറയാൻ അറിയുള്ളൂ. ഇപ്പൊ എത്രയാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. രണ്ടാമത്തത് പേരന്റിംഗ് കോച്ചിങ് ഞാൻ എടുത്തതും ISO സർട്ടിഫൈഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു ലെങ്തി കോഴ്സ് ആയിരുന്നു. ലെവൽസ് ആയിട്ടാണ് ചെയ്തത്. ടോഡ്ലർ ആൻഡ് മിഡിൽ സ്കൂള്, പ്രീ സ്കൂള്, അഡോളസൻസ്, ഏർലി അഡൾട്ട്സ്, അങ്ങനെ പല ലെവലായിട്ടാണ് പഠിച്ചത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. സോ സ്റ്റഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എവർ ലാസ്റ്റിംഗ് ഗോയിങ് പ്രോസസ് ആണ്. അപ്പോഴും പറയാനുള്ളത്, ടെക്സ്റ്റിൽ പഠിക്കുന്ന തിയറി പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഇത് കോറിലേറ്റ് ചെയ്യേണ്ടതെന്ന് ചില സമയത്ത് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് മെന്റർഷിപ്സ് ഉണ്ട്. നമ്മുടെ തന്നെ സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകര് ഒരുപാട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ സെക്സ് തെറാപ്പിയുടെ കോഴ്സ് ചെയ്യുന്ന സമയത്തും അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ പോയി പഠിച്ച് നമ്മളെ തന്നെ എക്യുപ്പ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും സൊല്യൂഷൻ ഒരാളാണെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. ഇവിടെ ബെറ്റർ ബോൺസിൽ നമ്മൾ സെഷൻസ് എടുക്കുന്നവർക്ക് തന്നെ അറിയാം, ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഈ ഒരു കേസ് കാണാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ റെഫർ ചെയ്യാറുണ്ട്. ചില സമയത്ത് റെഫറിങ് വഴി ഇങ്ങോട്ട് കിട്ടാറുണ്ട്. സോ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. ഇവിടെ ചിലപ്പം സൈക്കോളജിസ്റ്റ് വേണ്ടി വരും, സൈക്യാട്രിസ്റ്റ് വേണ്ടി വരും, എൻഡോക്രൈനോളജിസ്റ്റോ, ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി, സെക്ഷൽ മെഡിസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് വേണ്ടി വരും. ഇതുകൊണ്ട് ഇതെല്ലാം ഒരാൾക്ക് മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലപ്പോ മൾട്ടി ഡിസിപ്ലിനറി ടീം വേണ്ടി വരും.
നിങ്ങൾക്കൊരു സെക്ഷൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, അല്ലെ ചില കാര്യത്തില് നമ്മളൊരു കപ്പിളിനോട് മിണ്ടുമ്പോ അവർക്ക് ചുമ്മാ എപ്പോഴും വഴക്കാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരാം. പക്ഷെ അത് ചിലപ്പോൾ റൂട്ട് കോസ് എടുത്ത് വരുമ്പോൾ അവർക്ക് വേറെ അവരുടേതായിട്ടുള്ള ഇന്റിമസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാകാം. അതുപോലെ ഞാൻ ഫിസിയോളജി പഠിക്കുന്ന ഡോക്ടർ അല്ലാതെ ഞാൻ എങ്ങനെയാണ് അവർക്കൊരു ഇന്റർവെൻഷൻ കൊടുക്കുക? അപ്പൊ നമുക്ക് തീർച്ചയായും ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റോ ഗൈനക്കോളജിസ്റ്റ് ഒബ്സ്റ്റട്രീഷ്യൻ അങ്ങനെ ആരെങ്കിലും വേണ്ടി വരും. ഓക്കെ, അല്ലാതെ നമ്മുടെ എല്ലാത്തിനും എന്നാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒട്ടും എത്തിക്കലല്ല. ഫോർ എക്സാമ്പിൾ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു കേസും ഞാൻ കാണാറില്ല, ബിക്കോസ് ഐ എം നോട്ട് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഓക്കെ, കാണുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞ ഐ ഡോണ്ട്. അപ്പൊ ചിലപ്പോൾ ചില ട്രേറ്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണല്ലോ എന്ന് തോന്നുന്ന സമയത്ത് എപ്പോഴും റെഫർ ചെയ്ത് വളരെ ക്ലയന്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് അവരെ റെഫർ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓക്കെ, സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ ഫോക്കസ് അല്ല ലൈഫ് കോച്ചിന്റെ. ലൈഫ് കോച്ച് എന്ന് പറയുന്ന ആള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിയായി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടും നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരാളാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ആ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയി തെറപ്പി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മെത്തേഡ്സിലൂടെ നിങ്ങളെ റിസോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ലൈഫ് കോച്ചിന് ഒരിക്കലും ഒരു അസസ്മെന്റ് എടുക്കാൻ കേപ്പബിൾ അല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസോർഡർ ഉണ്ട്, നിങ്ങൾ ഇത് പോയി ചെയ്യുമെന്ന് പറയുന്ന ഒരാളല്ല. സൈക്കോളജിയും ലൈഫ് കോച്ചിങ്ങും ഒരുമിച്ചുള്ളവർക്ക് ഓഫ് കോഴ്സ് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കസേര, അതായത് ഫോർ എക്സാമ്പിൾ കോച്ചിങ് കസേരയിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഐ ഷുഡ് നോട്ട് ഡു ദ ഡയഗ്നോസ്റ്റിക് പാർട്ട്. അത് എത്തിക്കലല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി, ഇത് കോച്ചിങ് ക്ലയന്റ് അല്ല, ഞാൻ നിങ്ങളെ കോച്ചായിട്ടല്ല സൈക്കോളജിസ്റ്റായി കാണാൻ എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ കാണാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ സൈക്കോളജിസ്റ്റിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ, ഇപ്പൊ ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ട് കേസ്, അങ്ങനെയുള്ള കേസിൽ ആക്ച്വലി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അല്ല, കുറച്ചും കൂടെ ക്ലിനിക്കൽ സൈക്കോളജി തന്നെ കാണേണ്ടി വരും. ഇതിന് ഡിഫറൻസസ് ഉണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഐ സെഡ്. ആൻഡ് നൗ ഐ വിൽ ബ്രിങ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ടു എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ഇഫ് യു റിയലി വിഷ് ടു നോ അബൌട്ട് ഇറ്റ്. പിന്നെ ചില സമയത്ത് DMസിനകത്ത് ഞാൻ ഇങ്ങനൊരു ഗ്രാജുവേറ്റ് ആണ്, ഓക്കെ, എനിക്ക് ഞങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഇൻസ്പയർഡ് ആവുന്നു, മോട്ടിവേറ്റഡ് ആവുന്നു എന്ന് കേൾക്കുന്നതിൽ ഭയങ്കര അധികം ഗ്രേറ്റ്ഫുൾ ആണ്. വി ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഫോർ ദാറ്റ്. പക്ഷേ അത് കേട്ടത് കൊണ്ട് എനിക്കിങ്ങനെ ഒരു കൗൺസിലിംഗ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് ഒട്ടും എത്തിക്കലി റൈറ്റ് അല്ല. നിങ്ങളൊരു വേറൊരു ഫീൽഡിൽ ഒരു ഗ്രാജുവേറ്റ് ആണ്, എനിക്കുള്ള അറിവുകൾ വെച്ചിട്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്തോട്ടെ. നമ്മള് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആ ബോഡി എന്താ ഫിസിയോളജിയോ മെന്റൽ കണക്ഷൻസോ അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഒന്നും അറിയാതെ നമ്മൾ ട്രെയിൻഡ് ആവാതെ ഒരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം എത്തിക്കലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് വളരെ ഇപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി അല്ലാതെ കുറച്ചുകൂടി നല്ല വളരെ ഹൈ ആയിട്ട് ഡിഗ്രി ഉള്ളവര് അങ്ങനെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ പേടിയാണ് തോന്നാറുള്ളത്. ഇപ്പൊ ഒരു MPhil PhD ഹോൾഡേഴ്സ് എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ അറിവ് വെച്ച് ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോ എനിക്ക് അയ്യോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണേന്നൊക്കെയാണ് എനിക്ക് സത്യത്തിൽ തോന്നാറുള്ളത്. ഞാനത് വളരെ ഓപ്പൺ ആയിട്ട് പങ്കുവെക്കും. എനിക്കവിടെ ആരെയും മോശക്കാരനാകണമെന്നില്ല, ഞാൻ എന്റെ പേടി പങ്കുവെക്കാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നമ്മൾ ഏത് ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിലും ആ ഫീൽഡിനെ കുറിച്ച് വളരെ നന്നായി ഡീപ്പായി ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ChatGPT എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെ ഡോക്ടറിനെ വിളിക്കാൻ പറ്റും? ആ ഒരു ലോജിക് എങ്കിലും ബേസിക് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. ഓക്കെ, ഇനി പഠിക്കാൻ ഈ ഫീൽഡിലേക്ക് വരാം. ഈ ഫീൽഡിലേക്ക് വന്നാലുള്ള ജോലി സാധ്യതകൾ, സത്യത്തിൽ ജോലി സാധ്യതകളുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ ബെറ്റർബോൺസിലും നമുക്ക് സൈക്കോളജി ഗ്രാജുവേറ്റ്സിന് ഇന്റേൺഷിപ്സ് കൊടുക്കുന്നുണ്ട്. MSW ചെയ്ത കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് പ്രാക്ടീസസ് കൊടുക്കുന്നുണ്ട്. ഇനി MSW ചെയ്ത കുട്ടികളും ക്യാൻ ദേ ടേക്ക് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ലേൺ കൗൺസിലിംഗ്. എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവരും സൈക്കോളജിസ്റ്റും രണ്ട് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതും നമ്മൾ വളരെയധികം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഇന്റേൺഷിപ്സിന്റെ ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ MSW ആണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ആ ഒബ്ജക്റ്റീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല.
കാരണം ഇവിടെ പെറ്റബോൺസിന് നമുക്ക് എന്താ പറയുക, ഇവിടെ കിടത്തി ചികിത്സയോ അല്ലെങ്കിൽ സൈക്കാട്രിക് ആയിട്ടുള്ള ഒരു ഇൻഹൗസ് ട്രീറ്റ്മെന്റോ ഒന്നുമില്ല. അപ്പൊ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സിന് നമുക്ക് ഇവിടെ അവരുടെ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ അവരുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. സൈക്കോളജി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ എന്നെ പോലെ കുറച്ച് ആൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ മെന്റർഷിപ്പ്, ഗൈഡൻസ്, ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള വളരെ ഒതന്റിക് ആയി എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് മാത്രം ഫോളോ ചെയ്യുന്ന എനിക്ക് എന്റെ ഗുരുക്കന്മാരെ, ഗുരുതലരായ മനുഷ്യരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒതന്റിക് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ആ ഡിഗ്രി കൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഗവേണിംഗ് ബോഡി എന്താണ്, അവരുടെ ഒരു മിനിമം ആയിട്ടുള്ള, ഇപ്പൊ ചില ആൾക്കാര് യൂണിവേഴ്സിറ്റി അക്രഡിറ്റേഷൻ പറയും. അപ്പൊ യൂണിവേഴ്സിറ്റി അത് കൊടുക്കാൻ യൂണിവേഴ്സിറ്റി കേപ്പബിൾ ആണ്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഡിഗ്രി അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഞാൻ നോർത്തിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 3 lakhs കൊടുത്ത് ഞാൻ പഠിച്ച ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ വരുന്നവരോട് ആദ്യം ഞാൻ സർട്ടിഫിക്കറ്റ് നോക്കുന്നത് ICF അക്രഡിറ്റഡ് ആണോ എന്നുള്ളത് മാത്രം. നമ്മൾ എത്ര ലക്ഷം കൊടുത്ത് പഠിച്ചതാണെങ്കിലും ICF അക്രഡിറ്റഡ് അല്ലെങ്കിൽ ICFന്റെ കോച്ചായ എനിക്ക് അത് ഒതന്റിക് ആണെന്ന് വിശ്വസിക്കാൻ പാടാണ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ICF ആണ്, ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ ആണ് ഈ കോച്ചസിനെ പഠിപ്പിക്കുന്നത്. കോച്ചസ് എന്ന് പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ അതോറിറ്റി ഉള്ള ഒരു ഏജൻസി. ഓക്കെ, അപ്പം അൺലെസ് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഹാവ് എ റെഗുലേഷൻ ബോഡി ടു ഡു ഇറ്റ്, വി കനോട്ട് ഹെൽപ്പ് യു വിത്ത്. കഴിഞ്ഞ ദിവസം മാമിനെ കണ്ടിട്ടാണ് പോയി പഠിച്ചത്. ഐ എം സോറി ഫോർ ദാറ്റ്. എന്നിട്ട് നിങ്ങൾ ചോദിച്ചിട്ടില്ല അത് വേറെ കാര്യം. പക്ഷെ കണ്ടു പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നു ICF അക്രഡിറ്റഡ്. നമ്മുടെ പേജസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കോച്ച് എന്ന്, ലൈഫ് കോച്ച് എന്ന് പറയുമ്പോൾ ICF അക്രഡിറ്റഡ്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒതന്റിക് ആയിട്ടുള്ള റെഗുലറേഷൻസ് ചെയ്ത രീതിയിൽ മാത്രം നിങ്ങൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കുക and then get into the career. This is a beautiful career to pursue. പക്ഷേ this requires lifelong learning. നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല if you really want, because ഓരോരുത്തരും നമുക്ക് പുതിയ ചാപ്റ്റേഴ്സ് ആണ്, പുതിയ പുതിയ റിഫ്ലക്ഷൻസ് ആണ്. നമ്മളെ കാണുന്ന രീതി, നമ്മൾ പഠിച്ച രീതി, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതി, everything keeps on changing. So if you're open to learning, if you want to try it out, I also welcome you to I welcome you to join the program. പക്ഷേ പഠിക്കുന്നത് ഒതന്റിക് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആസ് ഐ പ്രോമിസ്ഡ് യു, RCI ലൈസൻസ്, MPhil അല്ലെങ്കിൽ MSc സൈക്കോളജി or സൈക്കോളജി ഡിഗ്രിയുടെ ബാക്കി ആസ്പെക്ട്സ് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഒതന്റിക് ആയിട്ടുള്ള ഒരു RCI ലൈസൻസ് സൈക്കോളജിസ്റ്റിനെ തന്നെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, സോ ടിൽ ഐ മീറ്റ് അഗൈൻ വിത്ത് യു. താങ്ക് യു.